ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വസ്തു വാങ്ങുമ്പോൾ ഏതൊക്കെ രേഖകളാണ് പരിശോധിക്കേണ്ടത് എന്ന് നോക്കാം. ആദ്യമായി രേഖകൾ ഓരോന്നായി ഞാൻ പറയാം. ആധാരം, അടിയാധാരം, പട്ടയം, നികുതി ഷീട്ട്, സർവേ പ്ലാൻ, കുടിക്കടം, അനന്തരാവകാശ സർട്ടിഫിക്കറ്റ്. ഇത്രയും രേഖകളാണ് വേണ്ടത്. ഇത് ഓരോന്നായിട്ട് എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. ആദ്യമായി ആധാരം. ഒരു വസ്തുവിൻ്റെയോ ഭൂമിയുടെയോ മേലുള്ള നിയമപരമായ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖയാണ് ആധാരം. ആധാരം അല്ലെങ്കിൽ ജന്മപ്രമാണം എന്ന് വിളിക്കുന്നു. ഉടമയുടെ പേര്, വസ്തുവിന്റെ വിവരണം, അതിരുകൾ, മുൻ ഉടമസ്ഥർ എന്നിവ ഇതിൽ രേഖപ്പെടുത്തിയിരിക്കും. 2. അടിയാധാരം. ഭൂമിയുടെയോ മറ്റ് സ്ഥാവര വസ്തുക്കളുടെയോ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന ആദ്യത്തെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആധാരത്തെ അടിസ്ഥാന ആധാരം അല്ലെങ്കിൽ മൂലാധാരം എന്ന് വിളിക്കുന്നു. 3. പട്ടയം. പട്ടയം എന്നത് ഒരാൾക്ക് ഭൂമിയുടെ മേലുള്ള ഔദ്യോഗിക ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന സർക്കാർ രേഖയാണ്. സർക്കാർ ഭൂമി കൈവശം വെച്ചിരിക്കുന്നവർക്ക് പതിച്ചു നൽകുന്ന ഈ പ്രമാണം ബാങ്ക് വായ്പകൾക്കും ഭൂമി കൈമാറ്റത്തിനും നിയമപരമായ ഉടമസ്ഥത ഉറപ്പാക്കുന്നു. നികുതി ഷീട്ട്. ഭൂമിയുടെ ഉടമസ്ഥർ സർക്കാരിലേക്ക് അടയ്ക്കേണ്ട നികുതി കൃത്യസമയത്ത് അടച്ചു എന്നതിന്റെ രേഖയാണ് ഭൂനികുതി. കേരളത്തിൽ റവന്യൂ വകുപ്പ് ഈ രേഖ പോർട്ടൽ വഴി ഓൺലൈനായി ഇത് ലഭിക്കും. വസ്തുവിന്റെ ഉടമസ്ഥാവകാശം തെളിയിക്കാനും വിൽക്കാനും ബാങ്ക് വായ്പകൾക്കും ഈ രസീത് നിർബന്ധമാണ്. സർവേ പ്ലാൻ. ഒരു ഭൂമിയുടെ കൃത്യമായ അതിരുകൾ, വിസ്തീർണം, സ്ഥാനം, ഭൂപ്രകൃതി എന്നിവ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭൂപടമാണ് സർവേ പ്ലാൻ. സർവേ ഓഫ് ഇന്ത്യ പോലെയുള്ള ഏജൻസികൾ ഡിജിറ്റൽ മാപ്പുകൾ നൽകുന്നു. ഇതിൽ റീസർവേ നമ്പർ, സബ് ഡിവിഷൻ, അതിർത്തി നിർണയം എന്നിവ ഉൾപ്പെടുന്നു. ഭൂമി വാങ്ങുമ്പോഴോ വായ്പ എടുക്കുമ്പോഴോ അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കുമ്പോഴോ ഈ പ്ലാൻ അത്യാവശ്യമാണ്. കുടിക്കടം. കുടിശ്ശിക സർട്ടിഫിക്കറ്റ് എന്നത് ഒരു വസ്തുവിന്മേൽ ലോണുകളോ നിയമപരമായ ബാധ്യതകളോ നിലവിലുണ്ടോ എന്ന് തെളിയിക്കുന്ന രേഖയാണ്. കേരള രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് വഴി ഓൺലൈനായോ സബ് രജിസ്ട്രാർ ഓഫീസിലോ അപേക്ഷിക്കാം. ഇത് വാങ്ങുന്നതിനും ബാങ്ക് ലോണിനും ഇത് അത്യാവശ്യമാണ്. അനന്തരാവകാശ സർട്ടിഫിക്കറ്റ്. കേരളത്തിൽ മരണപ്പെട്ട വ്യക്തിയുടെ യഥാർത്ഥ അവകാശികളെ തെളിയിക്കുന്ന രേഖയാണ് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ്. സ്വത്ത് കൈമാറ്റം, പെൻഷൻ, ഇൻഷുറൻസ്, ക്ലെയിം എന്നിവയ്ക്ക് ഇത് അത്യാവശ്യമാണ്. വില്ലേജ് ഓഫീസർ വഴി, അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ ഓൺലൈനായോ തഹസിൽദാർക്കാണ് ഇതിനായി അപേക്ഷിക്കേണ്ടത്. താങ്ക് യു.